ഏത് ജീവിയുടെ ഉൽപ്പത്തി വിവരങ്ങളും ചികിത്സാക്രമങ്ങളും വിവരിക്കുന്ന പുസ്തകമാണ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസ് രചിച്ച മാതംഗ ലീല? മാതംഗ ലീല ഏത് ജീവിയെ കുറിച്ച് പറയുന്ന പുസ്തകമാണെന്ന് ചിന്തിച്ചാൽ ഏത് ജീവിയുടെ ചികിത്സയാണ് മാതംഗ ലീല? ഇത് കേരളത്തിലുള്ള ഒരാള് എഴുതിയതാണല്ലോ, നീലകണ്ഠൻ മൂസ് അല്ലേ? കേരളത്തിലുള്ള ജീവി ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നമ്മള് വേറെ ഏതെങ്കിലും പേരിലാവൂലേ മാതംഗ ലീല? ആലോചിച്ചു. മാതംഗ ലീല എന്ന് പറയുന്നത് ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള അല്ലെ, ആനയുടെ ചികിത്സാ രീതികളുള്ള പുസ്തകമാണ്. ആണോ? ഉറപ്പാണോ? രാമലീല എന്ന് പറഞ്ഞ സിനിമ ആരുടെയാണെന്ന് അറിയാമോ? ആ അതറിയാം. മാതംഗ ലീല അല്ലേ, അത് ആനയെ കുറിച്ചുള്ള പുസ്തകമാണ്. ശരിയാണ്, കറക്റ്റ് ആണ്. ഒന്ന് ടെൻഷൻ അടിപ്പിക്കാണ്ട് തരാൻ പറ്റുമോ? നിങ്ങൾ ഗസ് ചെയ്തതല്ലേ കേട്ടോ. ഇനി 45 സെക്കൻഡ് സമയമാണുള്ളത്. എന്താണ് ഗെയിം എന്നുള്ളത് നമുക്ക് നോക്കാം. മീനാക്ഷിയിലോട്ട് പോകാം. മിഥുൻ ചേട്ടാ, ഓ സാധാരണ നമ്മള് ഈ തോറ്റ് തൊപ്പിയിട്ടു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ടാസ്കിന്റെ പേരാണ് ജയിച്ച തൊപ്പിയിട്ടു എന്നത്. കാരണം ഇവിടെ ജയിച്ചാലാണ് ഈ തൊപ്പി ഇടാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ കുറെ ഡാർട്സ് ഞാൻ ഈ ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒന്നെടുക്കുക, എയിം ചെയ്യുക, എറിയുക. എറിയുമ്പോ പൊട്ടേണ്ടത് ഒന്നെങ്കിൽ മഞ്ഞ, അല്ലെങ്കിൽ നീല, അല്ലെങ്കിൽ പച്ച. കാരണം ഈ കളേഴ്സ് പൊട്ടിയാൽ മാത്രമാണ് ഇതിൽ ഏതെങ്കിലും ഒരു തൊപ്പി നിങ്ങൾക്ക് തലയിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഒരു തൊപ്പി കിട്ടിയാൽ മതി. അതെ, ഒരെണ്ണം മതി, ഒരു തൊപ്പി മതി. കാരണം അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ബലൂൺ, യെല്ലോ, ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ, ഏതെങ്കിലും ഒരു ബലൂൺ പൊട്ടിയാൽ മതി. സൂപ്പർ, എളുപ്പമല്ലേ? അതെ അതെ. പക്ഷെ എളുപ്പമല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബോർഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ വൈറ്റ്, വയലറ്റ്, റെഡ് അങ്ങനെ വേറെ കുറെ കളർ ബലൂൺസ് ഉണ്ട്. അതൊന്നും പൊട്ടിയാൽ തൊപ്പി കിട്ടില്ല. അപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ അറിയാലോ, മിസ്റ്ററി ബോക്സ് എടുക്കുക, നിലവറയ്ക്ക് പുറത്തേക്ക് കടക്കുക. ടൈം ലിമിറ്റ് 45 സെക്കൻഡ്. ആരാ പോണേ? ഗൗരി പോകുന്നില്ല, ശരശ്മയാണ് പോണേ. റെഡി? ഓടൂ, വരൂ, നേടുകോ, ഗോ ഗോ. കുറച്ച് താഴ്ത്തിയറി. ആ നീല കൊള്ളട്ടെ, നീല. മഞ്ഞ മഞ്ഞ മഞ്ഞ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. സൂപ്പർ സൂപ്പർ സൂപ്പർ. എന്റെ മിസ്റ്ററി ബോക്സ്. ആദ്യത്തെ ഡാർട്ടറിന് പൊട്ടിച്ച് നമ്മുടെ LED സ്ക്രീൻ തിരിച്ചു തരണം. രണ്ടാമത് അടിപൊളിയായി അല്ലേ? സെക്കൻഡ് ട്രയൽ കിട്ടിയത് ഭയങ്കര ഈസി ആയില്ലേ? ഇവിടെ പോയപ്പോ കുറച്ചൊരു ഇതാണെന്ന് വിചാരിച്ച് പോയതാണ്, പക്ഷെ അത് എളുപ്പം കിട്ടി അല്ലേ? ചെറുതായിട്ടൊന്ന് സ്ലിപ്പായിരുന്നു പോയപ്പോ. ഓ ആണോ? പക്ഷെ ആ സ്ലിപ്പ് ആയതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ സാധനം ഉണ്ട് അവിടെ? അതായത് വാട്ടർ ഹീറ്റർ, ഇത് ആ ഗ്രോസറീസ് അല്ലെ, ഫാന് ഒക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാം കൊണ്ടുപോകാനായിട്ട്? ലോറി അങ്ങനെയാണെങ്കിൽ ആ ലോറിയിൽ കൊണ്ട് നമുക്ക് വേറെ സാധനം വെക്കാം. തൽക്കാലം എവർക്കൊരു റെഫ്രിജറേറ്റർ. സൂപ്പർ സൂപ്പർ.